ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് എന്തെങ്കിലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഫുള്ളാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് വന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേന് അപ്പം പകുതിക്ക് നിന്നിട്ടുണ്ടാവും. എഡിറ്റ് ചെയ്യാൻ ടൈമിൽ നോക്കുമ്പോൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഫസ്റ്റ് തുടങ്ങിയതില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് റെഡിയാക്കാം, സമയമുണ്ടല്ലോ. എന്നാലും മഴയാണ് തോന്നുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം മഴ ഓർമ്മിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്കും നേരം നല്ല മഴ തന്നെയായിരുന്നു. ആ തെങ്ങുണ്ടോ, ആ തെങ്ങ് ഞങ്ങൾ ഒരുപാട് കരിക്ക് വരച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കരിക്ക്, ഇന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മഴയായിട്ട് ഫുൾ കളിപ്പിളിയാണ്, ചളിയാണ്. അപ്പോ എന്താ വെച്ചാല് ഇന്നെങ്കിലും ഒരു ഫുൾ വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്താ വെച്ചാല് പകുതി വെച്ചാൽ മറന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. കുഴപ്പമില്ല, ഇന്ന് ഞാൻ ഫുള്ളാക്കും. ഇത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഞാൻ കുഴിച്ചിട്ടാണ്. ഞാൻ കുഴിച്ചിട്ട് പൂവൊക്കെ ഉണ്ടായി, ശരിക്കും അത്ഭുതം തന്നെ. ഇതും അതേപോലെ ഞാൻ കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളെ വീട്ടിലത്തെ പുതിയ ആളാണ്. ഇത് ഗൈസിന്റെ താഴത്തെ വീട്ടിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് കുഴിച്ചിട്ടായിരുന്നു. ഇത് അമ്മ കുറേ പ്രാവശ്യം കുഴിച്ചിട്ട് ലാസ്റ്റ് ഒരു ഇതുണ്ടായതാണ്. ഇതല്ല കേട്ടോ, ശരിക്കും ഇത് വേറൊരു കൊമ്പും വന്ന് എടുത്ത് കുഴിച്ചിട്ടാണ്. ഇതിന്റെ ഒറിജിനൽ കൊമ്പ് ഞാൻ കാണിച്ചതേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊമ്പ്. ഇത് കൊമ്പല്ല, ഇത് വലിയൊരു ഇതായിന്. ഇത് കുറേ പൂക്കൾ ഉണ്ടാവില്ലുണ്ട്, പക്ഷേ ഇതാകാണ്ടാവും. ഇപ്പം എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ ചേച്ചിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അന്ന് ഇവിടെ ഒരു പൂക്കളില്ലായിരുന്നേ, തെച്ചൊന്നും കാണാൻ പോലും കിട്ടലില്ലായിരുന്നു. ചെപ്പുണ്ടോ? അയ്യോ, അത് ഫുള്ള് പോരുന്നുണ്ടല്ലോ. സെറ്റ് ഒരുപാട് ഇനി ഉണ്ടാവാനുണ്ട്. അവിടെ കുറേ ഉണ്ട്. റൈസ് ഓണാവാനായില്ലേ, അതാണ് ഫുൾ ഓണപ്പൂക്കൾ. ഈ പൂവിന് എല്ലായിടത്തും ഓണപ്പൂവ് തന്നെ ആയിരിക്കില്ലേ പറയാ. ഫുൾ പൂമ്പറ്റുകളൊക്കെ. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായത് തോന്നുന്നു, എല്ലാം പൂരുണ്ട്. ഈ ചെടി ഉണ്ടല്ലോ, ചെടീൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ലോ. ചെടി ഞങ്ങൾ കുറേ മുന്നേ ഇവിടെ വന്ന ടൈമിൽ കുഴിച്ചിട്ടാണ്. നല്ല ഏജും ഉണ്ട്. ഇതിൻ്റെ അറ്റഭാഗമുണ്ട്, താഴ്ഭാഗമൊക്കെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ കുറേ കാലമായി. പിന്നെ ഈ ചെടി ഇത് എന്താണ് ചെടി എന്നൊന്നും അറിയില്ല. ഇതൊന്നും ഒരു തരം പൂവുണ്ട് മാച്ചത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിവിടെ ഉണ്ടാവലുണ്ട്, ഒരു ഉപദ്രവവും ഇല്ല, അതുകൊണ്ട് നമ്മളെ വെച്ചിടണമെന്നില്ല. എന്നാൽ അതായിരിക്കും. ഇത് ഞങ്ങളെ സീതപ്പഴത്തിൻ്റെ മരം. പക്ഷെ എന്താ വെച്ചാല് ഇപ്പം ഇല്ല, പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു 10-20 എന്തായാലും നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം കഴിച്ചു കഴിഞ്ഞു. ചെറിയ മഴയാണ്, പക്ഷെ നല്ല വയസ്സുണ്ട്. കാരണം ഇത് വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അങ്ങോട്ട് വളർന്ന് കുഴിച്ചിട്ടാണ്. ഒരു വർഷം മുന്നേ വളർന്ന് കുഴിച്ചിട്ടാണ്, പക്ഷെ പെട്ടെന്നിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഉള്ളത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി
ഇതേപോലത്തെ ഓറഞ്ച് എന്താ പറയാ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പൂ കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഇതാണ് തോന്നണ ഓറഞ്ചിന്റെ പൂ കഴിഞ്ഞിട്ടില്ല. മഴ പെയ്യുന്നുണ്ട് എന്താ. ഇത് പിന്നെ റോസ് അമ്പരത്തി, ഇതൊന്നും ഒരുപാട് അമ്പരത്തി ഉണ്ടാവും കേട്ടോ. ഇത്ര ഉള്ളു ഇവിടെ ചെടികളും പൂക്കളൊക്കെ. ബാക്കി ഇനി പിന്നെ എന്തെങ്കിലും കാണിച്ചു തരാം. ഗൈസ്, കടയിൽ പോകണം, സാധനങ്ങൾ വാങ്ങാൻ. ഞാൻ ഹായ് ഇട്ടാ, ഞാൻ ഹായ്. ഗൈസ്, ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊ. നല്ല വെയിലുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഉച്ചയായിട്ടുണ്ട്, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ ഭയങ്കര വെളിച്ചായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. പിന്നെ സൺഡേന് അതുകൊണ്ട് വീട്ടിൽ നെയ്ച്ചോറും പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് അതായത് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ നമുക്ക് ഭാവിയിൽ അതൊരു ചിലപ്പോൾ അത് ഒരു പക്ഷേ ഉപകാരപ്പെടും. പക്ഷെ നമ്മൾ ഒന്നും ഈ ഒരു ഏജിൽ ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ അത് കുറച്ച് നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ, ആ ഏജിലെങ്കിലും എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അങ്ങനെ എനിക്ക് തോന്നിയത് വെച്ചിട്ടാണ് ഞാനിപ്പോഴേ ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പം എനിക്ക് ആകെ 16 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഞാനതിൽ നല്ല ഹാപ്പിയാണ്. പിന്നെ ആ ഒരു 16 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് അറിയാത്ത ആൾക്കാരാണ്. അതിൽ ആ 1-2 പേരെ എനിക്ക് അറിയുന്നുള്ളൂ, എന്നാലും ബാക്കി ആരും എനിക്കറിയില്ല. എന്നിട്ടും ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത്ര ഒരു 10 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്ത് വീഡിയോസ് ഇടണം, എന്ത് കണ്ടന്റ് ഇടണം, അങ്ങനെ ഒരു വലിയ ഐഡിയ ഒന്നുമില്ല. അത് ഐഡിയ ഇല്ല മീൻസ് ചില ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം എന്താണോ ഡെയിലി ലൈഫിൽ നടക്കുന്നത് അതൊക്കെ തന്നെയാണ് ഉള്ളത്. സോ ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഇടാന്നാണ് വിചാരിക്കുന്നത്. കുറെ ആൾക്കാരെ കാണുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഒക്കെ വരും. പിന്നെ അത്ര ഇവിടെ മഴ ഒന്നുമില്ല, ഇപ്പോൾ ഭയങ്കര വെയിലാണ്. വെയിൽ മീൻസ് ഒരു ചൂടുള്ള വെയിൽ. പക്ഷെ മഴക്കാറുണ്ട്, മഴ പെയ്യായിരിക്കും ഇനി. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, കാണിച്ചിട്ടുണ്ട് ബാക്കിലായിട്ട്. വൈകുന്നേരം വരെ ഈ വ്ളോഗ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ എപ്പോഴും കൊണ്ടിടക്കുന്നത്. കാരണം ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ ഫുള്ളാവില്ല. അതിന് മുന്നേ തന്നെ ഞാൻ മറന്നു പോകും വീഡിയോ എടുക്കുന്ന കാര്യം. ഞാനൊരു വ്ളോഗറാണെന്ന കാര്യം ഞാൻ മറന്നു പോകും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തന്നെ ശരിയാവും. സൺഡേയില് ഇവിടെ ചിക്കൻ, അത് പതിവാണ്. കറി അല്ല, ചിക്കൻ ഫ്രൈ അല്ല. എല്ലാവരുടെ ഫ്രിഡ്ജിലുണ്ടാവും ഇതുപോലൊരു ഉണങ്ങി നാരങ്ങ. ഇത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ അങ്ങനത്തെ പോലെ ഉണ്ട് ഉണങ്ങിന്. പിന്നെ തക്കാളി കേട്ടോ, തക്കാളി ഇതെന്താ പറയല്, തക്കാളി ഒക്കെ ഉണ്ട സീതപ്പഴം. ഇത് ഞങ്ങളവിടെ സീതപ്പഴം എന്നാണ് പറയല്. സ്പെഷ്യൽ ചിക്കൻ പൊരി. അങ്ങനെ ഫുഡ് കഴിക്കണേ, കഴിച്ചിട്ട് വരാം. ബൈ.
ഗൈസ് അങ്ങനെ നൈറ്റായി 9 മണി 9:30 ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് പുറത്തു പോയിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ കൊണ്ടുപോയില്ല, അതുകൊണ്ടായിരുന്നു. ഫോൺ കൊണ്ടുപോയില്ല. പിന്നെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വ്ളോഗറൊക്കെ ആകുമ്പം ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ, എന്തൊക്കെ എടുക്കണം എങ്ങനെയൊക്കെ ഒരു ഐഡിയ അതിലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇന്ന് മാക്സിമം കുറേ ടൈം ഫോൺ പിടിച്ചെടുക്കേണ്ടായിരുന്നു അങ്ങനെ ഉള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്, എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഇനി വരും കാലങ്ങളിൽ ഞാൻ റെഡിയാക്കി എടുത്തോളാം. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.